മാഡം എന്താ ഇവിടെ? എന്റെ സ്റ്റാഫിലെ അനുപല്ലവിയുടെ ഫാദർ ഇവിടെ അഡ്മിറ്റാ. ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. ടീച്ചർ ഇന്ന് ലീവാണോ? ഹാഫ് ഡേ ലീവ് എടുത്തു. ബാക്ക് പെയിന്റെ പ്രോബ്ലം ഉണ്ട്. ട്രീറ്റ്മെന്റ് ഇവിടെയാ. കഴിഞ്ഞ ദിവസം പത്മിനിയും സത്യഭാമയും വന്നപ്പോ ടീച്ചർ എന്നെ തിരക്കിന്ന് പറഞ്ഞു. അത് ആനുവൽ ഡേയുടെ കാര്യം പറയാനാ. കുഴപ്പമില്ല, ഞങ്ങൾ ഔദ്യോഗികമായി ക്ഷണിക്കാൻ വന്നോളാം. ശരി, ഞാൻ കണ്ടപ്പോ ചോദിച്ചേ ഉള്ളൂ. ഇവിടുന്ന് ഇപ്പൊ ഞാൻ നേരെ സ്കൂളിലേക്കാ പോകുന്നത്, അവരെ പിക്ക് ചെയ്യാൻ. അപ്പൊ കുട്ടികളെ രാവിലെ തന്നെ വിളിച്ചോണ്ട് പോയ കാര്യം മാഡത്തിനോട് പറഞ്ഞില്ലായിരുന്നോ? വിളിച്ചോണ്ട് പോയോ? ആര്? സത്യഭാമ. അവരുടെ മുത്തച്ഛൻ എന്തോ അസുഖമാന്നാ പറഞ്ഞത്. മാഡത്തിനോട് പറഞ്ഞിട്ടാ കൊണ്ടുപോകുന്നെന്നാ എന്നോട് പറഞ്ഞത്. മാഡത്തിനോട് പറഞ്ഞില്ലായിരുന്നോ? നിങ്ങൾ തമ്മില് കുടുംബപരമായിട്ട് എന്തെങ്കിലും പിണക്കോ മറ്റോ? അല്ല, സത്യഭാമ വന്നങ്ങനെ വിളിച്ചോണ്ട് പോവാത്തതാണ്. ഇല്ല, പിണക്കൊന്നുമില്ല. എന്നാ ഞാൻ മാഡത്തിന്റെ സമയം കളയുന്നില്ല, ഞാൻ പോട്ടെ. ഔദ്യോഗികമായി ക്ഷണിക്കാൻ ഞങ്ങൾ ഓഫീസിലേക്കോ വീട്ടിലേക്കോ നേരിട്ട് വന്നോളാം. അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ വന്നോളാം. ശരി മാഡം. ശാലിനി പറഞ്ഞു. സത്യാമ്മ സ്കൂളിൽ വന്ന് മക്കളെ വിളിച്ചോണ്ട് പോയി. അതൊരു കുഴപ്പത്തിനാണല്ലോ. എന്ത് കുഴപ്പത്തിനാണെങ്കിലും ശരി, ശിവൻ എന്റെ കുട്ടികളെ തിരിച്ചു വിളിച്ചോണ്ട് വരണം. ഞാൻ പോയാ പിന്നെയും അതൊരു വലിയ വഴക്കായി മാറും. വേണ്ട, ശാലിനി പോവാതിരിക്കുന്ന നല്ലത്. ഞാൻ പോവാം. അധികം വൈകിക്കരുത്. ഇല്ല. ശരി. പറഞ്ഞതുപോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു കയ്യബദ്ധം പറ്റിയെന്ന നിലയിൽ മഹേന്ദ്രൻ മുതലാളിയെ കാണുകയും ചെയ്തു. പക്ഷെ ആള് കൂട്ടത്തിൽ നിർത്തിയില്ല, പകരം ഒഴിവാക്കി വിടുക ചെയ്തത്. അയാൾക്കറിയാം നീ കൂടെ നിന്ന അയാള് പ്രതിയാവോന്ന്, മക്കളുടെ മുന്നിൽ കൊലയാളിയാവോന്ന്. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒന്നി പിഴച്ച മൂന്നെന്നാണല്ലോ പറയുന്നത്. നമുക്ക് അടുത്ത വഴി നോക്കാം. ആ ശിവൻ എന്നെ നോക്കി നടക്കുവാണേ. അവൻ എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ തീർന്നു. എന്ത് സംശയം? ഇതിന്റെ പിന്നിൽ ഞാനാണെന്നുള്ള കാര്യം എനിക്കും നിനക്കും മാത്രം അറിയാവുന്ന കാര്യമാണ്. അത് ശിവന്റെ കയ്യിലേക്ക് പോവാതെ നോക്കേണ്ടത് നിന്റെ മാത്രം ഉത്തരവാദിത്വം. അതിന്റെ ഗുണങ്ങൾ നിനക്കിനി ഒരുപാടുണ്ടാവും. ഞാൻ എന്തിനും കൂടെയുണ്ട. ഇനി ശിവനെ തന്നെ തീർക്കണോ? ഞാൻ അതിനും തയ്യാറാ. അവനെ അങ്ങനെ അങ്ങ് ഒതുക്കാൻ പറ്റില്ല. അതിന് ഈ കെണിയൊന്നും മതിയാവുകയില്ല. പകരം ഈ കേസ് നീ ഒന്ന് ബലപ്പെടുത്തി തരണം. അതിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നീ എനിക്ക് ചെയ്തു തരണം. ഇതിരിക്കട്ടെ. തൽക്കാലം ആരുടെയും കണ്ണിപ്പെടാതെ നീ എങ്ങോട്ടെങ്കിലും മാറി നിൽക്ക്. ബാക്കിയൊക്കെ ഞാൻ വഴി അറിയിച്ചോളാം. ശരി.